ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ, ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ, ട്രീ, LED ലൈറ്റ്സ്, പുൽക്കൂട്, ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം. സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. പങ്ങാരപ്പള്ളി ആതിര വായനശാലയുടെയും ആതിര കലാ സാംസ്കാരിക സമിതിയുടെയും വാർഷികത്തോടനുബന്ധിച്ച് സർഗോത്സവം 2023 സംഘടിപ്പിച്ചു. പങ്ങാരപ്പള്ളി വള്ളിക്കുന്നത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷികത്തോടനുബന്ധിച്ച് സർഗോത്സവം 2023 സംഘടിപ്പിച്ചത്. പ്രദേശത്ത് കലാരംഗത്തുള്ളവരുടെ താൽപര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. ചടങ്ങിന്റെ ഉദ്ഘാടനം ഡോക്ടറും പ്രശസ്ത ഗാനരചയിതാവുമായ VR ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. സർഗോത്സവമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള സർഗവാസനയെ വളർത്തിയെടുക്കുകയും അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് ആതിര ക്ലബ്ബ് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 40 വർഷമായി പങ്ങാരപ്പള്ളിയുടെ കലാ സാംസ്കാരിക രംഗത്ത് ഏറെ തിളങ്ങി നിൽക്കുകയും ഒരുപാട് സംഭാവനകൾ ഇവിടുത്തെ സാംസ്കാരിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഇടപെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഈ ഒരു ക്ലബിന് ആദ്യമായിട്ട് ഞാൻ എല്ലാവിധ ആശംസകളും നൽകുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ആതിര എന്ന് കേൾക്കുമ്പോൾ തന്നെ, ആതിര എന്ന് പറയുന്ന ഒരു കലാ സാംസ്കാരിക കൂട്ടായ്മയാണ്. തിരുവാതിര നമ്മുടെ ഓരോ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം തന്നെ അതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യത്തിൻ്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഐതിഹ്യത്തിൽ നിന്നാണ് നമുക്ക് സംസ്കാരം അല്ലെങ്കിൽ ആചാരങ്ങൾ എല്ലാം ഉണ്ടാവുന്നത്. ഒപ്പം നമ്മുടെ ആഘോഷങ്ങൾ, ഈ ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് കല, അതോടനുബന്ധിച്ചുള്ള അതിനോടുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ടുണ്ട് ഈ തിരുവാതിര ദിവസം ഈ ആതിര പ്രോഗ്രാം നമ്മൾ ഉടനീളം തന്നെ തിരുവാതിര ആഘോഷിക്കുന്നതാണ്. പരമശിവനെ തപസ് ചെയ്യുന്ന പാർവതിയുടെ ആ ഒരു രൂപമാണ്. കാരണം ഏറെക്കാലം മനസ്സിൽ മോഹിച്ച ഒരു വരനെ കണ്ട മാധ്യമപ്രവർത്തകനും കവിതാ രചയിതാവുമായ ഭാനുപ്രകാശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നമുക്ക് നന്മയുള്ള മക്കളായിട്ട് വളരാൻ പറ്റൂ. അങ്ങനെ നന്മയുള്ള മക്കളായിട്ട് വളരുമ്പോഴേ നമുക്ക് മറ്റുള്ളവൻ്റെ വേദന എന്ന് തിരിച്ചറിയാൻ പറ്റൂ, മറ്റുള്ളവൻ്റെ വിഷമവും മറ്റുള്ളവൻ്റെ വിശപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കീറിയ ചെരിപ്പിട്ട് വരുന്ന കുട്ടികൾ ഇപ്പോഴും നിങ്ങളുടെ സ്കൂളിലുണ്ട്. 2-3 തരം ബട്ടണുള്ള യൂണിഫോം ഇട്ട് വരുന്ന കുട്ടികളും നിങ്ങളുടെ സ്കൂളിലുണ്ട്. അമ്മമാർ പാടത്തും മറ്റുള്ളവർ വീട്ടിലും പണിക്ക് പോയിട്ട് അവർ കൊണ്ടുവരുന്ന ഭക്ഷണം, പണിക്ക് പോയ വീടുകളിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന മക്കളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊട്ടിയ ചെരുപ്പിട്ട് സൂചി പിന്നില്ല, പിന്നെ അമ്മമാരൊക്കെ ചുരിദാറിൻ്റെ ഷോള് കുത്തുന്ന ആ പിന്ന് കൊണ്ട് ചെരുപ്പിൻ്റെ അടിയിലെ ആ ബട്ടൺ കുത്തി കോർത്ത് വെച്ചിട്ടും പൊട്ടിയ വാറ് പിന്നുകൊണ്ട് കുത്തിയിട്ടൊക്കെ വരുന്ന മക്കൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. വിളറിയ മുഖമായിട്ട് വരുന്ന കുട്ടികളുണ്ട്, മുഷിഞ്ഞ് യൂണിഫോം ഇട്ട് വരുന്ന കുട്ടികളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. വീട്ടിലെ വിഷമം കൊണ്ട്, വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് നേരാവണമെന്ന് ചിരിക്കാൻ പറ്റാത്ത കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവരെയൊക്കെ നിങ്ങൾ പഠിക്കണം, ചോദിക്കണം. ഇവിടെ ഇന്ന് മുതിർന്നവരോട് എനിക്ക് പറയാനുണ്ട്, കുടുംബശ്രീ തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ട് കഴിഞ്ഞു. നിങ്ങൾ ഈ ഞായറാഴ്ച കൂടലും കണക്കും കാശും ഇല്ലാണ്ട് നിങ്ങളുടെ കൂടെ വരുന്ന പെണ്ണുങ്ങളുടെ വീട്ടിലെ അവസ്ഥ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? 25 കൊല്ലം കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള 15 പേരുടെ അവസ്ഥകളും അവർ വീട്ടിലെ അവസ്ഥകളും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ കേരളത്തിലെ ആത്മഹത്യകൾ എത്ര കുറയായിരുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളുടെ ഒരു മാസത്തെ പലിശ തരാൻ പറ്റാത്ത നിങ്ങളുടെ സഹപ്രവർത്തകയെ രൂക്ഷമായി നോക്കുകയും എന്തുകൊണ്ട് കാശ് തന്നില്ല ചോദിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് എന്തുകൊണ്ടാണ് അവർക്ക് തരാൻ പറ്റാത്തത്, എന്താണ് അവളുടെ വീട്ടിലെ മാനസികാവസ്ഥ എന്ന് ചിന്തിക്കാൻ നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാർക്കായിട്ടുണ്ടോ? ചടങ്ങിൽ ആതിര കലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് അച്ഛൻ കുഞ്ഞ്, സെക്രട്ടറി ശ്രീകുമാർ, ആതിര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് അബ്ബാസ്, ക്ലബ്ബ് ഭാരവാഹികളും വായനശാല അംഗങ്ങളും പങ്കെടുത്തു. ഈ 1ാമത്തെ വാർഷികം നാളെ തിരുവാതിര നാളിൽ ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ആ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇന്ന് നമ്മുടെ പ്രദേശത്തെ കുട്ടികളും അതുപോലെ തന്നെ കലാതൽപരരുമായ ആളുകളെ അവർക്ക് അവസരം നൽകിക്കൊണ്ട് സർഗോത്സവം എന്ന പേരിൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തമായി ആവിഷ്കരിച്ച
നൃത്തങ്ങളും അതുപോലെ തന്നെ പാട്ട്, കവിത ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളുമൊക്കെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് ഒരു ദിവസം 26-ാം തീയതി നമ്മൾ ആഘോഷിക്കണം എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ആതിരയുടെ യുവജനവേദി, അതുപോലെ തന്നെ ബാലവേദി, വനിതാവേദി തുടങ്ങിയ എല്ലാവരും കൂട്ടായി ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സർഗോത്സവം എന്ന പേരിൽ നമ്മൾ നമ്മുടേതായ പരിപാടികൾ ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചത്. സർഗോത്സവം എന്ന ഈ ഇന്നത്തെ പരിപാടിയോടുകൂടി വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിടുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ നാട്ടിലെ എല്ലാ കുരുന്നുകൾക്കും നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ സജീവമായിട്ട് ഇടപെടുന്നതിന് ഒരു സാഹചര്യം, ഒരു വേദി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെക്കേഷനും അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യം ഒത്തു വന്നപ്പോൾ ഒരു 2 ദിവസത്തെ പരിപാടിയായിട്ട് നടത്താമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സർഗോത്സവം പരിപാടി ഇതുപോലെ കുട്ടികളുടെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് സജ്ജമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.